ഹോസ്പിറ്റലിൽ നിന്നും ഡിസ്ചാർജായി ഒരു 7 മണിക്കാണ് സ്റ്റാലിനും മീനുവും ധ്രുവനും ആദ്യം വീട്ടിലേക്ക് എത്തിയത്. കാറിൽ നിന്നിറങ്ങിയ മീനുവിൻ്റെ കൈ പിടിച്ച് വീടിൻ്റെ പടി കയറി വരുന്ന സ്റ്റാലിനെ കണ്ട് എല്ലാവരും നോക്കി നിന്നു. അവരുടെ പുറകെ വിടർന്ന മുഖത്തോടെ വരുന്നവരെ കണ്ട് എല്ലാവരും അത്ഭുതപ്പെട്ട് നിന്നിരുന്നു. സ്റ്റാലിൻ മീനുവിനെ സോഫയിൽ കൊണ്ടുചെന്ന് അവിടെ ഇരുത്തി. ശേഷം സ്റ്റാലിനും കൂടെ ഇരുന്നു. ഇവിടെ ഇപ്പോൾ എന്താ ഉണ്ടാവണേ? ദേവു ചോദിച്ചു. ആ, മീനുവിന് എന്താ പറ്റിയത്? BP ലോ ആയതല്ലേ? വിന്ദ ചോദിച്ചു. മീനെടുത്തി ഓക്കെ അല്ലേ? അജു ചോദിച്ചു. നിങ്ങളെല്ലാവരും ഒന്ന് ബഹളം വെക്കാതിരിക്കുക, കാര്യം ഞാൻ പറയാം, വേദ പറഞ്ഞു. പറ വേദക്കുട്ടി, ആകാശ് പറഞ്ഞു. മീനു ഗർഭിണിയാണ്. മീനു അമ്മയും ചാച്ചനൊരു അച്ഛനുമാവാൻ പോവാണ്, വേദ പറഞ്ഞു. എല്ലാവരുടെയും മുഖത്ത് ഞെട്ടൽ പടർന്നു. മീനുവും സ്റ്റാലിനും മുഖത്തോട് മുഖം നോക്കി പുഞ്ചിരിച്ചു. മീനൂട്ടി, നീ അമ്മയാവാൻ പോവാനോടി? ദേവു ഒരു പുഞ്ചിരിയോടെ മീനുവിൻ്റെ മുന്നിൽ വന്ന് നിന്നുകൊണ്ട് ചോദിച്ചു. അതേടി, മീനു പറഞ്ഞു. എന്നാലും ഇതെങ്ങനെ ഇത്ര പെട്ടെന്ന്? എന്തായാലും നല്ല കാര്യം, വിന്ദ പറഞ്ഞു. ആയിക്കോട്ടെ, മീനു പറഞ്ഞു. അപ്പോൾ നിങ്ങളൊരു തള്ളയാവാൻ പോവാണ്, നന്നായി അത്, അജു പറഞ്ഞു. നമുക്ക് ഈ 7-ാം മാസത്തിൽ വളകാപ്പ് നടത്തണം കേട്ടോ, മൗനി പറഞ്ഞു. ഹെൽത്തൊക്കെ നോക്ക് മീനെടുത്തി, എബി പറഞ്ഞു. എന്നാലും മോനെ സ്റ്റാലിനെ, നീ അങ്ങ് ഒരുപാട് വളർന്നു പോയല്ലോടാ, ആകാശ് പറഞ്ഞു. പിന്നെ വളരാതെ പറ്റുമോ? ഇവനിപ്പോൾ ഒരു അച്ഛനാടാ, അതിൻ്റെ ആ പക്വത ഉണ്ട്, ധ്രുവ് പറഞ്ഞു. തന്നെ ഒടുക്കത്തെ ജാടയാണ്, ആദി പറഞ്ഞു. അതോടെ സ്റ്റാലിൻ ഇടുന്നിടത്ത് നിന്നും എഴുന്നേറ്റ് കൈവിടർത്തി ഒരു പുഞ്ചിരിയോടെ നിന്നു. വന്ന് കെട്ടിപ്പിടിക്കടാ തെണ്ടികളെ, സ്റ്റാലിൻ പറഞ്ഞു. അതോടെ ധ്രുവനും ആദിയും ആകാശും കൂടെ പോയിട്ട് സ്റ്റാലിനെ കെട്ടിപ്പിടിച്ചു. അവരുടെ മേലെ ബാക്കിയുള്ളതായ അജുവും എബിയും പോയി കെട്ടിപ്പിടിച്ചു. പെൺപിള്ളേർ ആ കാഴ്ച കണ്ട് അങ്ങനെ നോക്കി നിന്നു പോയിരുന്നു. ശേഷം അവർ അച്ഛനെയും അമ്മയെയും വിളിച്ച് വിവരം പറഞ്ഞിരുന്നു. അതോടെ അവരും ഹാപ്പി. അങ്ങനെ അന്നത്തെ അവരുടെ ദിവസം സന്തോഷത്തിൽ കടന്നു പോയിരുന്നു. അങ്ങനെ 1 മാസം കടന്നുപോയി. അതുവരെ എല്ലാവരും നല്ല രീതിയിൽ ഹാപ്പി ആയിരുന്നു. അവരുടെ ഹണിമൂൺ പോക്ക് ക്യാൻസൽ ചെയ്യേണ്ടതായി വന്നിരുന്നു. സ്റ്റാലിനും ധ്രുവനും ആദിയും ആകാശും അജുവും എബിയും മീനുവിനെ തറയിൽ വെക്കാറില്ല, അത്രയും കെയറാണ്. അതുപോലെ തന്നെ പെൺപിള്ളേരും മീനുവിന് ഇഷ്ടമുള്ള ഭക്ഷണമെല്ലാം ഉണ്ടാക്കി കൊടുക്കും. പക്ഷേ കുറച്ച് കഴിക്കുമ്പോഴേക്കും മീനു എല്ലാം നല്ലതുപോലെ ഛർദ്ദിച്ച് കളയുമായിരുന്നു. സ്റ്റാലിന് നല്ല രീതിയിൽ ടെൻഷനാണ്. അതുകൊണ്ട് തന്നെ അവൻ കൂടുതലും മീനുവിൻ്റെ കൂടെയാണ്. അങ്ങനെ ഇന്നാണ് 1 മാസത്തെ ആദ്യത്തെ ആയിട്ടുള്ള സ്കാനിങ് ദിവസം. അപ്പോൾ അതിനുവേണ്ടി മീനുവിനെ ഒരുക്കി കൊടുക്കുകയാണ് സ്റ്റാലിൻ ഇപ്പോൾ. മീനു കണ്ണാടിയുടെ മുന്നിൽ ചെയറിട്ട് കണ്ണാടി കാണുന്ന അവളെ തന്നെ നോക്കിയിരിപ്പാണ്. ഒരു ലൈറ്റ് പിങ്ക് ക്രോപ്പ് ടോപ്പും അതിനോട് ചേർന്നതായ ലൂസ് പലാസ പാൻറ്റുമാണ് അവളുടെ വേഷം. സ്റ്റാലിൻ മീനുവിൻ്റെ മുടി കെട്ടിക്കൊടുത്തു. ഒരു കുഞ്ഞ് വെള്ള സ്റ്റോൺ കമ്മൽ ഇട്ട് കൊടുത്തു. ഒരു കുഞ്ഞ് കറുത്ത പൊട്ട് വെച്ച് കൊടുത്തുകൊണ്ട് ഒരു നുള്ള സിന്ദൂരവും അവളുടെ നെറ്റിയിൽ തൊട്ടുകൊടുത്തു. ശേഷം അവളുടെ കവളിലുള്ള മൂക്കുത്തിയും സ്റ്റാലിൻ ആകെ അമർത്തി ചുംബിച്ചു. എൻ്റെ മീനു സുന്ദരിയായി, സ്റ്റാലിൻ പറഞ്ഞു. ആണോ? മീനു മുഖം സ്റ്റാലിന് നേരെ ചിരിച്ചുകൊണ്ട് മെല്ലെ ചോദിച്ചു. അതേലോ, വാ മീനു, നമുക്ക് പോവാം, സ്റ്റാലിൻ പറഞ്ഞു. അതോടെ മീനു ഇരുന്നിടത്ത് നിന്നും എഴുന്നേറ്റുകൊണ്ട് റൂമിന് പുറത്തേക്കിറങ്ങി താഴേക്ക് ചെന്നു. അവിടെ അവരെ കാത്തിട്ടെന്ന പോലെ ധ്രുവനും പിന്നെ ദേവുവും ഉണ്ടായിരുന്നു. ഇന്ന് അവരാണ് കൂടെ ഒപ്പം പോകുന്നത്. അങ്ങനെ എല്ലാവരോടും യാത്ര പറഞ്ഞുകൊണ്ട് അവർ അവിടെ നിന്ന് ആശുപത്രിയിലേക്ക് പോയി. ലാപ്പിലിരുന്ന് ബിൽ റെഡിയാക്കുവാണ് മൗനി. അവൾ കാര്യമായ ജോലിയിലാണ്. മൗനിക, അവിടേക്ക് വന്ന ഒരു ചെറുപ്പക്കാരൻ വിളിച്ചു. മൗനി മുഖമുയർത്തി നോക്കി. അവൾ ഇതുവരെ കണ്ട് പരിചയമില്ലാത്ത ഒരാളാണത്. ആരാ? അവിടേക്ക് വന്ന എബി ചോദിച്ചു. എനിക്ക് മൗനികയോട് ഒരു പേഴ്സണലായിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്, അവൻ പറഞ്ഞു. ഹു ആർ യു? എബി ഗൗരവത്തിൽ ചോദിച്ചു. ഇത് എൻ്റെ ഫ്രണ്ടാണ് എബിൻ സാർ, മൗനി പറഞ്ഞു. അവൾക്ക് എന്തോ എബി അവളുടെ കാര്യത്തിൽ വന്ന് ഇടപെട്ടത് ഇഷ്ടമായില്ല. അത് എബിന് അവളുടെ സംസാരത്തിൽ നിന്ന് തന്നെ മനസ്സിലായതോടെ എബിൻ തിരിഞ്ഞു നടന്നു. മൗനിക, തനിക്കെന്നെ അറിയില്ല എന്നെനിക്കറിയാം, പക്ഷേ എനിക്ക് തന്നെ നല്ലോണം അറിയാം. താൻ ഇവിടെ വന്ന ഈ 1 മാസവും ഞാൻ തന്നെ ഈ ഷോപ്പിൻ്റെ അപ്പുറത്തെ ഷോപ്പായ ജ്വല്ലറി ഷോപ്പിൽ നിന്നുകൊണ്ട് നോക്കുന്നുണ്ടായിരുന്നു. എൻ്റെ പേര് നവീൻ. ആ ഷോപ്പടക്കം ഒരു 15 എണ്ണമുണ്ട്. എല്ലാത്തിനും ഞാനാ ഓണർ. പക്ഷേ ഞാൻ പറയാൻ വന്നത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് തന്നെ ഇഷ്ടമാണ്. കെട്ടിയാൽ കൊള്ളാമെന്നുണ്ട്. താൻ ആലോചിച്ചിട്ട് ഒരു മറുപടി പറ, എന്ന് പറഞ്ഞ് നവീൻ അവിടെ നിന്നും പോയി. മൗനി ഞെട്ടിക്കൊണ്ട് അവിടെ നിന്നു. അവളുടെ കിളിയും കിളിക്കൂടും പോയിരുന്നു. എന്താണ് മൗനിക മാഡം, ഇഷ്ടമാണെന്ന് പറ, അവൻ അത്രയും കഷ്ടപ്പെട്ടതല്ലേ, എബി പുച്ഛിച്ചു പറഞ്ഞു. എനിക്ക് അതിനോട് താല്പര്യമില്ല. സാറിന് അത്ര കുഴപ്പമുണ്ടെങ്കിൽ സാറ് വല്ലവരെയും പ്രേമിച്ചോ, മൗനി പറഞ്ഞു. ഡി, എബി വിളിച്ചു. എന്താ സാർ, ഞാൻ സാറിൻ്റെ അടുത്ത് വരുന്നത് തീരെ ഇഷ്ടമല്ല. സാറിന് എന്നെ അങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യണം അല്ലേ, മൗനി ചോദിച്ചു. അപ്പോഴേക്കും പോയ നവീൻ തിരിച്ച് മൗനിയുടെ അവിടെ അവളുടെ മുന്നിൽ ചെന്ന് നിന്നു. മൗനിക,
ഞാൻ നിന്റെ വീട്ടിൽ വന്ന് പെണ്ണ് ചോദിക്കട്ടെ നിന്റെ ചേട്ടന്മാരോട്? നവീൻ ചോദിച്ചു. മൗനിക്ക് ഒരു മറുപടിയുമില്ലായിരുന്നു. അവളുടെ മറുപടിയില്ലായ്മ ഇവൻ സമ്മതമാക്കി എടുക്കുമെന്ന് ആ നിമിഷം എബിക്ക് മനസ്സിലായി. നവീൻ, താൻ വീട്ടിൽ പോയി പെണ്ണ് ചോദിച്ചാൽ പിന്നെ ഞാൻ ആരെ കെട്ടും? ഷീ ഈസ് മൈ ഗേൾ, എബി പറഞ്ഞു. എബിയുടെ സംസാരം കേട്ടതും മൗനി ഒന്ന് ഞെട്ടി. പക്ഷേ അവൾ അത് പുറത്ത് കാണിച്ചില്ല. അതോടെ എബി പറഞ്ഞത് സത്യമാണെന്ന് നവീന് മനസ്സിലായതും അവൻ അവിടെ നിന്നും പോയി. അവൻ പോയത് കണ്ടതും എബി വീണ്ടും മൗനിയിലേക്ക് തിരിഞ്ഞു. മൗനി അവനെ നോക്കി. പക്ഷേ എബി ഒന്നും മിണ്ടാതെ തിരിഞ്ഞു നടന്നു. അവൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരിയുണ്ടായിരുന്നു. ടെസ്റ്റിന് വേണ്ടി മീനുവിനെ സ്കാനിംഗ് റൂമിലേക്ക് കയറ്റി. സ്റ്റാലിനും ധ്രുവനും ദേവുവും പുറത്ത് കാത്തു നിന്നു. ദേവുവിന് രാവിലെ മുതൽ ഒരു അസ്വസ്ഥത ഉണ്ടായിരുന്നു. അവൾ ധ്രുവൻ്റെ കയ്യിൽ അമർത്തി പിടിച്ചു. ദേവുവിൻ്റെ കണ്ണിൽ ആകെ ഇരുട്ട് കയറുന്നത് പോലെ ആ നിമിഷം അവൾക്ക് തോന്നി. അടുത്ത നിമിഷം ദേവു ബോധം മറഞ്ഞുകൊണ്ട് അവിടെ ഇരുന്നു. ധ്രുവൻ്റെ മടിയിലേക്ക് വീണു. ധ്രുവൻ ഒരു നിമിഷം ഞെട്ടിപ്പോയി. അവൻ്റെ കൂടെ ഒപ്പമുണ്ടായിരുന്ന സ്റ്റാലിനും ഞെട്ടിപ്പോയിരുന്നു. അഞ്ജു, കുഞ്ഞാ! ധ്രുവ് അവളെ തട്ടി വിളിച്ചു. മോളെ ദേവു! സ്റ്റാലിൻ വിളിച്ചു. കൊച്ച് രാവിലെ ഒന്നും കഴിച്ചിട്ടില്ലടാ, അതിൻ്റെയാ. നീ ഡോക്ടറെ വിളിക്ക്, ധ്രുവ് പറഞ്ഞു. സ്റ്റാലിൻ ധ്രുവനെ ഒന്ന് നോക്കിക്കൊണ്ട് ഡോക്ടറെ വിളിക്കാനായിട്ട് പോയിരുന്നു. ഡോക്ടർ വന്ന് ദേവുവിനെ വാർഡിലേക്ക് മാറ്റിയിരുന്നു. ധ്രുവ് അവളുടെ കൂടെ ഉണ്ടായിരുന്നു. സ്റ്റാലിൻ കുറച്ചു നേരം നിന്നിട്ട് സ്കാനിംഗ് റൂമിൻ്റെ മുന്നിലേക്ക് പോയി. കുറച്ചു കഴിഞ്ഞ് ദേവു മെല്ലെ കണ്ണുകൾ തുറന്നു. തൻ്റെ അടുത്തിരിക്കുന്ന ധ്രുവനെ നോക്കി പുഞ്ചിരിച്ചു. ശിവേട്ടാ! ദേവു മെല്ലെ എഴുന്നേറ്റുകൊണ്ട് വിളിച്ചു. എന്താ കുഞ്ഞാ, എന്താ പറ്റിയത്? ധ്രുവ് ദേവുവിനെ അവനിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് മെല്ലെ ചോദിച്ചു. ഞാൻ രാവിലെ ഒന്നും കഴിച്ചില്ലല്ലോ ശിവേട്ടാ. അപ്പോൾ മുതൽ എനിക്കെന്തോ അസ്വസ്ഥതയുണ്ട്. ഇപ്പോൾ അത് ഒന്നുകൂടി കൂടി. അങ്ങനെ തല കറങ്ങിയതാവും. എനിക്ക് കുഴപ്പമൊന്നുമില്ല, ദേവു മെല്ലെ പറഞ്ഞു. അപ്പോഴേക്കും ഡോക്ടർ അങ്ങോട്ടേക്ക് വന്നു. ധ്രുവ് അവരെ കണ്ടതും എഴുന്നേറ്റ് നിന്നു. ഡോക്ടർ ദേവുവിനെ ഒന്ന് ചെക്ക് ചെയ്തു. ദേവാഞ്ജലി രാവിലെ ഒന്നും കഴിച്ചില്ല അല്ലേ? അതാണ് ഈ ക്ഷീണം വരാൻ കാരണം, ഡോക്ടർ പറഞ്ഞു. ആ ഡോക്ടർ, ദേവു പറഞ്ഞു. പിന്നെ കൺഗ്രാറ്റുലേഷൻസ്, നിങ്ങൾ രണ്ടുപേരും അമ്മയും അച്ഛനും ആവാൻ പോകുകയാണ്, ഡോക്ടർ പറഞ്ഞു. ഡോക്ടർ, ധ്രുവ് വിളിച്ചു. യെസ്, ഇനി മുതൽ നല്ലോണം ശ്രദ്ധ വേണം, നല്ലോണം ഭക്ഷണം കഴിക്കണം, ഡോക്ടർ പറഞ്ഞു. ദേവു ആകെ ഞെട്ടിയിരിക്കുകയായിരുന്നു. അവളുടെ കണ്ണ് നിറഞ്ഞൊഴുകിയിരുന്നു. അവൾ വയറിൽ കൈവച്ചുകൊണ്ട് മെല്ലെ പുഞ്ചിരിച്ചു. ഡോക്ടർ പോയതും ധ്രുവൻ ദേവുവിൻ്റെ അടുത്തിരുന്നു. അവളെ അവനിലേക്ക് ചേർത്ത് കെട്ടിപ്പിടിച്ചു. ശ്വാസം മുട്ടിക്കും വിധം അവളെ കെട്ടിപ്പിടിച്ചു. കുഞ്ഞാ, നമുക്ക് കുഞ്ഞാവയുണ്ടാകാൻ പോവാണെന്ന്, നമ്മുടെ വാവ, ധ്രുവ് ദേവുവിൻ്റെ കവളിൽ അമർത്തി ചുംബിച്ചുകൊണ്ട് പറഞ്ഞു. ദേവു ധ്രുവനെ ഇറുകെ കെട്ടിപ്പിടിച്ചു. അവൻ്റെ കഴുത്തിലേക്ക് മുഖം അമർത്തിക്കൊണ്ട് അങ്ങനെ ആ ഇരിപ്പിരുന്നു.